അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവല് വെച്ചിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. ചുവന്ന അവലല്ല, ഇത് വെള്ള അവലാണ്. ഇപ്പോൾ വെള്ള അവല് ചുവന്ന അവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ആദ്യം കഴുകണേ. അപ്പൊ കട്ടി അത്യാവശ്യം ഉള്ള അവല് തന്നെ എടുക്കണം, എന്നാലും നമുക്ക് കഴുകി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. 2-3 തവണ കഴുകി അതിന്റെ പൊടിയെല്ലാം നമുക്ക് ഇങ്ങനെ അങ്ങ് കഴുകിയെടുക്കാം. അപ്പൊ ഇത് ആദ്യത്തെ ഒരു ഇതിൽ നല്ലതായിട്ട് കളറിങ്ങനെ വരുവേ. അപ്പൊ ഇതുപോലെ നമുക്കൊരു 2 പ്രാവശ്യം കഴുകിയെടുക്കാവേ. അവലെ നമ്മൾ നന്നായിട്ട് കഴുകി ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയുണ്ടല്ലോ, ഇതിപ്പോ നമ്മൾ ഏകദേശം 1 കപ്പ് അവല എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുതിർക്കാൻ വെക്കണം. അപ്പൊ നമ്മൾ എടുക്കുന്ന അവന്റെ പകുതി ക്വാണ്ടിറ്റിയില് വെള്ളം ഒഴിക്കുക. അതായത് നികന്നു പോകണ്ട, അല്ലാതെ അതൊന്ന് കുതിരാൻ വേണ്ടി നല്ലതായിട്ട് അവല് കുതിർന്നതാണ്. അപ്പൊ ഇതൊരു നമുക്കൊരു 10 മിനിറ്റ് നമ്മളൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി ഒന്ന് അടച്ചു മാറ്റി വെക്കാം. ഇത് ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാം. അതെ, നമ്മളെ 10 മിനിറ്റ് അടച്ചു വെച്ച് നമ്മുടെ അവലുണ്ടല്ലോ നന്നായിട്ട് കുതിർന്ന് നല്ല കറക്റ്റ് അതിന്റെ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ, അതുപോലെ ഞെരടി അങ്ങ് കുഴക്കണം. ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞു സ്വല്പം കട്ടിയുള്ളവരാണെങ്കിൽ നല്ലതായിരിക്കും. അതെ, നമ്മൾ മറ്റേ കഴുകുമ്പോഴത്തേനും അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ അവലാണെങ്കിൽ അതും അന്നേരം തന്നെ അലുത്തും പോവും. അതെ, ഇതാകുമ്പോഴത്തേക്കുണ്ടല്ലോ ആ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ചുമന്ന അവലിലും കട്ടിയുള്ള അവല് കിട്ടും. എല്ലാ ടൈപ്പും കിട്ടും സംഭവം. നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്ന ഈ വെള്ള ചുമന്ന കിട്ടാനായിട്ട് വലിയ പാടാണ്. അപ്പൊ അതായത് നമ്മൾ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നമ്മള് ഇടിയപ്പത്തിന്റെ മാവ് കുഴക്കുന്ന പോലെ തന്നെ ആ രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനിയും കുറച്ച് സാധനങ്ങളോട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ കൂടെ ഒന്ന് ചേർത്തെടുക്കണം. ഇത് നമ്മുടെ കസൂരി മേത്തിയാണ്. അപ്പോൾ ഈ കസൂരി മേത്തി നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യണം. നമ്മളിതുണ്ടല്ലോ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഒന്ന് ഞെരടണം. കാര്യം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആ ഒരു മണമൊക്കെ നന്നായിട്ട് വരും. എന്നിട്ട് അത് അതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം അന്ന് പൊടിയെ കൂടെ ചെയ്യും. ഇത് നമ്മുടെ കറിവേപ്പിലയാണ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കറിവേപ്പിലയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില മല്ലിയില വേണേലും ചേർക്കാം. ഏത് ചേർത്താലും അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് വരും സംഭവം. ഇത് നമ്മുടെ പച്ചമുളകാണ്, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്. അത് നമ്മുടെ എരിവ് കൂടുതലോ കുറവോ ഒക്കെ വേണ്ടി അനുസരിച്ചിട്ട് ചേർക്കാം. കാരണം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചതച്ച മുളകും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ചതച്ചെടുത്ത മുളകാണ് കേട്ടോ. അതും കൂടെ നമുക്ക് ചേർക്കാം. ഇനി നമ്മൾ നമ്മുടെ അയമോദകമാണ്, അതായത് അജ്വൈൻ എന്ന് പറയും. ഇവിടെ അജ്വൈൻ എന്നാണ് പറയുന്നത്. അപ്പൊ വയറിനൊക്കെ നല്ലതാണ് അയമോദകം ചേർക്കുന്നത്. അതെ, ഇതിപ്പോ എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഈ സാധനമൊക്കെ. അപ്പൊ അത് നമ്മൾ നേരത്തെ നമ്മുടെ കസൂരി മേത്തി ഇട്ട പോലെ തന്നെ ഒന്ന് തിരുമണം. തിരുമിയപ്പോ തന്നെ എന്താ മണമെന്നറിയാമോ? പിന്നെ നമ്മുടെ ഇഞ്ചി ചതച്ച് വെച്ച ഇഞ്ചി ഇതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ സാധനം ഇത് നമ്മുടെ പാലക്കാണ്. ഏത് ചീര വേണമെങ്കിലും ഉപയോഗിക്കാം. പാലക്കാണെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കും. നമ്മുടെ പച്ച നിറത്തില് ചുവന്ന നിറത്തില് ഏത് വേണമെങ്കിലും നമുക്ക് ചീര ഉപയോഗിക്കാം. ഇപ്പൊ ചീര എല്ലാ തോരനായിട്ടൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സംഭവം. ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞിടണേ ഈ നമ്മൾ ചീര അരിഞ്ഞിടുമ്പോഴത്തേക്ക്. അപ്പൊ നമ്മളിനി തിരഞ്ഞെടുക്കണം, കാര്യം എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ്. അതിന്റെ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രം മതിയേ, ഇല മാത്രമായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഈ കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇപ്പം മുഴുവൻ ചേർക്കുന്നില്ല, പകുതി മാത്രമായിട്ട് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം. അതെ ചേട്ടാ, ഉപ്പ് നമ്മുടെ കല്ലുപ്പോ അല്ലെങ്കിൽ പൊടി ഏത് വേണമെങ്കിലും ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതെ, ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നുള്ള ജീരകം, നല്ല ജീരകം, സാധാ ജീരകം, പെരുജീരകമല്ല നമ്മുടെ സാധാരണ ജീരകം. ഇനി നമ്മുടെ മല്ലിപ്പൊടിയാണ് സ്വല്പം, അതൊരു 1/4 ടീസ്പൂണ്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾ പൊടി
അത് ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഒരു സ്വല്പം മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. നമ്മളിപ്പോൾ മുളക് പൊടി മുളക് പച്ചമുളകും എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണമെങ്കിൽ മാത്രം കാശ്മീരി മുളക് പൊടി സ്വല്പം ചേർക്കാം. അത് ആവശ്യമെങ്കിൽ മാത്രം ഓപ്ഷനാണ്. അപ്പം നമുക്കിനി ഇത് കുഴയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് ചൂട് എണ്ണയ്ക്കകത്താണ് കുഴയ്ക്കുന്നത്. അപ്പം നമ്മുടെ ഈ നമ്മുടെ കടുക് വറുക്കുന്ന പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുഴിയൻ അപ്പൊ അത് നമുക്കൊന്ന് ചൂടാക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു കുഴിയൻ തവി എടുത്തത്. അപ്പൊ കടുക് വറുക്കുന്ന പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ വെള്ളത്തിലല്ലേ ഈ സാധനം. അതെ, അത് വളരെ ചെറിയ തീയില് ഒരുപാട് തിളച്ചൊന്നും പോകണ്ട കേട്ടോ. എണ്ണ ഒന്ന് ചെറിയ ചൂടായി വരണം കേട്ടോ, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതൊന്ന് ചൂടായിക്കോട്ടെ. എന്തായാലും ഇപ്പം നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ അത് കാരണം നല്ല തണുത്തായിരിക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ നല്ല എന്താ പറയുക കല്ല് പോലെ ഇരിക്കുന്ന സംഭവം. ഇത് നമ്മുടെ കുക്കിംഗ് ഓയിൽ ആയതുകൊണ്ടാണ് ഇത് കട്ട പിടിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചൂടെണ്ണ ഒഴിച്ചത് കൊണ്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് വേണം ഒന്ന് ആദ്യം ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് യോജിപ്പിക്കാനായിട്ട്. അതിനുശേഷം എല്ലായിടവും ഒന്ന് നല്ലതായിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സംഭവം. അപ്പോൾ അത് ആ ചൂടിൻ്റെ എണ്ണയുടെ ചൂടൊന്ന് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ കൈ തൊടാം. അപ്പോൾ ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണേ, ഞെരടി മിക്സ് ചെയ്യണേ. അതെ, ആ ഇലയൊക്കെ നന്നായിട്ട് ഓടയണം. ആ ഇലക്കകത്തു നിന്നുള്ള വെള്ളം ആ വെള്ളത്തിലാണ് സംഭവം ഇത് മിക്സ് ആകുന്നത്. പിന്നെ നമ്മൾ അവല് കുതിർത്തെടുത്ത ആ ഒരു നനവുണ്ട്, അത് മതി. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കുകയാണ്. അപ്പം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റിന് കൂടെ വെച്ചായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ 1/4 കപ്പോളം കടലമാവ് ഉപയോഗിച്ചായിരുന്നു. അപ്പൊ അത് കുറേശ്ശെ ചേർത്ത് ഇളക്കുന്നതാണ് നല്ലത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇലയുടെ ഒക്കെ വെള്ളത്തിന്റെ ഒരു അംശം അപ്പൊ അത് അനുസരിച്ച് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നതല്ല. നമ്മൾ മുഴുവൻ കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടല്ലോ അത് കുഴയ്ക്കുമ്പോൾ റെഡി ആകത്തില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിലാണ് നമ്മളിപ്പോ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഒത്തിരി ലൂസും അല്ല, ഒത്തിരി ടൈറ്റും അല്ല. അപ്പൊ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ എണ്ണ ഒന്ന് കയ്യിലിട്ട് തടവുക. കയ്യെ തടവിയതിന് ശേഷം നമ്മൾ ഇതിന്റെ ഉരുളകൾ കയ്യിലെടുക്കുവാണെങ്കിൽ കയ്യിൽ പറ്റി പിടിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ചെറിയ ഉരുളകളാക്കി ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പൂരിക്കോ ഒക്കെ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. പരത്തി നമ്മൾ വടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു ഷേപ്പിലായിട്ട് പരത്തി എടുക്കാവേ. വലിപ്പം എത്ര വേണമെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഉപയോഗിക്കുന്ന പാനിന്റെ ഒക്കെ വലിപ്പം അനുസരിച്ച് ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് വലിപ്പമൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തെടുക്കാം. പക്ഷെ അധികം തിക്നെസ് വേണ്ട. ആ ഒരു ഈ ഒരു പരുവത്തിൽ നമുക്ക് എല്ലാം ഒന്ന് ആക്കിയെടുക്കാവേ. ഇത് മുഴുവൻ മാവ് നമുക്ക് അങ്ങനെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇനി ഇതിന്റെ അടുത്ത പരിപാടിയിലോട്ട് പോകുന്നത്. അപ്പം ഇത് മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. നമ്മളെ ഏകദേശം ഒരു 5-8 എണ്ണം നമ്മളിപ്പോൾ ഇത് പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മുഴുവൻ എടുത്ത് വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രൈ പാൻ വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മണ്ണിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് സംഭവം ചൂടായി വരും. അപ്പോൾ ഇത് ചീനച്ചട്ടിക്കകത്ത് വേണേലും ചെയ്യാം, ഇങ്ങനെ പാനിൻ്റെ അകത്ത് വേണേലും ഏത് പാത്രത്തിൽ വേണമല്ലോ നമുക്ക് ഇത് എന്താ പറയുക വറുത്തെടുക്കാൻ പറ്റുന്ന ഏത് പാത്രത്തിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവേ. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി എണ്ണ ചൂടാവണ്ട, ഒരു മീഡിയം ഇതിൽ വേണം നമുക്ക്. എണ്ണ മീഡിയം ലെവലിൽ നിൽക്കുമ്പോൾ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാ സംഭവിച്ചു നമ്മൾ എണ്ണ ഒഴിച്ചാണ് ഈ മാവ് നമ്മൾ മിക്സ് ചെയ്തെടുത്തത്. അപ്പൊ ഇതിന്റെ ചൂടെണ്ണ അപ്പൊ അതിന്റെ അകത്തോട്ട് അധികം എണ്ണ പിന്നെ കേറത്തില്ല. ഒത്തിരി എണ്ണ നല്ല നമ്മൾ സാധാരണ വറക്കാൻ നേരം നന്നായിട്ട് എണ്ണ ചൂടായിട്ടാണല്ലോ ഇടുന്നത്. പക്ഷെ ഇതുണ്ടല്ലോ ഒരു മീഡിയം ലെവലിൽ മാത്രമേ എണ്ണ ചൂടാകാവേ. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഇന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി.
അപ്പോൾ ഇത് ഓരോ സൈഡ് ഉണ്ടല്ലോ നമുക്കൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഒരുപാട് തീയെ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ മതി കേട്ടോ. സാധാരണ നമ്മള് വടയൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല തീയിലല്ലേ ചെയ്യുന്നത്, പക്ഷേ ഉണ്ടല്ലോ ഇത് തീ കുറച്ച് വേണം വെക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വെന്ത് കിട്ടണം. അതെ, അതിൻ്റെ അകമൊക്കെ നമ്മൾ പിന്നെ അധികം കട്ടിയില്ലാത്തതുകൊണ്ട് അകമൊക്കെ പെട്ടെന്ന് വേകും. അപ്പൊ ആ സമയത്ത് നമുക്ക് ബാക്കിയൊക്കെ റെഡിയാക്കി ഇവിടെ എടുക്കാവേ. അപ്പൊ ഇതൊന്ന് മുഴുവൻ അത് വറുത്ത് തിന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോഴേ നമ്മുടെ സംഭവം നല്ല അടിപൊളിയായിട്ട് നല്ല മൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമുക്കിത് കോരി നമുക്ക് പാത്രത്തിലേക്ക് ഇതിന്റെ എണ്ണ വാർന്നു പോകാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ടായാലും പെട്ടെന്ന് പോകാം. അതിനേക്കാളൊക്കെ നല്ല ഒരു എന്താ പറയുന്നത് ഇങ്ങനെ പ്ലേറ്റിലോട്ട് ഇട്ടാൽ കുറച്ച് കഴിയുമ്പോൾ മാറി. അത് കഴിഞ്ഞിട്ട് ആ പ്ലേറ്റിൽ നിന്നുള്ള എണ്ണയൊക്കെ മാറി കഴിയുമ്പോഴേ നമുക്ക് എടുത്ത് മാറ്റിയാൽ മതി. അധികം എണ്ണ അകത്തോട്ടൊന്നും പോകത്തില്ല. ഇത് എണ്ണ അധികം കുടിക്കത്തില്ല, അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇത് എന്തായാലും കൊള്ളാം, ഈ സംഭവം ചെയ്ത് നോക്കിയോ. മറ്റേ നമ്മുടെ എന്താ പറയുക പാലക്കോ അല്ലെങ്കിൽ നമ്മുടെ ചുമന്ന ചീരയോ പച്ച ചീരയോ ഏത് ചീരയായാലും മതി. കുഞ്ഞുങ്ങൾ ചീര കഴിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം മാറും. അതെ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സംഭവം. നമ്മൾ സ്ഥിരം ചെയ്യാനുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പരിചയപ്പെടുത്തിയത്. ഒരു പീസ് ഒന്ന് കഴിച്ചു നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മളത് ഈ എന്താ പറയുക ചീര ചേർത്തൊന്ന് വെച്ചിട്ട് അതിന്റെ ഒരു പച്ച ആയിട്ടുള്ള ചുവപ്പുകളോ ഒന്നും വരത്തില്ല. സംഭവം തന്നെ അടിപൊളി സാധനമാണ്. ഒരു മീഡിയം എരിവും പിന്നെ എന്താ പറയുക ഒരു മീഡിയം എന്താ പറയുക ഉപ്പും കാര്യങ്ങളെല്ലാം കൂടെ അടിപൊളി സാധനമാണ്. അപ്പൊ ചെയ്ത് നോക്കിയാൽ നമ്മുടെ എല്ലാവരും വീടുകളിൽ ഈ സമയത്ത് ഈ ചീരയൊക്കെ കാണുമല്ലോ. അപ്പൊ ഇനി വെറുതെ ചീര അവിയലും തോരനും വെക്കാതെ ഇതുപോലൊരു പരീക്ഷണങ്ങൾ നടത്തി നോക്കുക. പിന്നെ പാലൊക്കെ ഇട്ടുവാണെങ്കിൽ പാലൊക്കെ തന്നെ വെച്ചോ, അതും അടിപൊളി ടേസ്റ്റ് ആണ് സംഭവം. അതെ, അപ്പൊ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഉള്ള എല്ലാവരും അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. സംഭവം നല്ല അടിപൊളിയാണ്. പിന്നെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ എന്താ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്തിട്ട് ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ എന്താ പറയുന്നത് പാചകമൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അഭിപ്രായവും നിർദ്ദേശവും എന്തെങ്കിലും കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ. അപ്പം നല്ല വ്യത്യസ്തമായ നല്ല കുഞ്ഞു കുഞ്ഞു റെസിപ്പികളായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് തൽക്കാലം നമ്മുടെ എന്താ പറയുക ചീരയും നമ്മുടെ അവലും വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പം പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.